അപ്പോൾ ഇതേമാതിരത്തെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ മാതിരി ചെയ്തോളി മക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ദ മേക്കിംഗ് ഫിഷ് ഇൻസൈഡ് ഊട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കണ്ട് നേരെ പോവാണ് മാർക്കറ്റിലോട്ട് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും മരങ്ങളൊക്കെ അടിപൊളി ഷോ. ടൗണിലെത്തി, സിറ്റി കൂനൂരാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതാണ്, ഈ മീനാണ്. നെറ്റ് ചില ഭാഗങ്ങളിൽ പാരാന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മീനും വാങ്ങി നേരെ റിട്ടേൺ എടുക്കുകയാണ്. കുതിര, കാട്ടുപോത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഗോ ഇൻസൈഡ് ദ ഹൗസ്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്. ഈ വീട്ടിലാണ് നമ്മളിന്ന് വന്നുകൊണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവിടെ രണ്ടാൾക്കാർ സൊറ പറയുന്നുണ്ട്. പിന്നെ ഫർണിച്ചറിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, മേക്കിംഗ് ദ ഫിഷ്. ഓക്കെ, അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സേട്ടൻ എന്തോ സേട്ട പണി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു നോക്കാം. രണ്ട് കിലോ ഉള്ള ഫിഷാണ്. 1,900. അപ്പോൾ ഇതൊന്ന് ഇട്ടേക്കാം. ഓക്കെ, ഇനി നമ്മൾ അംഗം കുറിക്കൽ കണ്ടോളൂ. ഇതൊക്കെ അതിലിടാനുള്ളതാണ്. ഇടുമ്പോൾ പറഞ്ഞതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ മിക്സിയിൽ കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കാണും ഒന്ന് പൊടിക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറിച്ചങ്ങോട്ട് എടുത്തുകൊണ്ട് നമ്മളെ മച്ചാനിടണ മാതിരി കരിവേപ്പിൻ്റെ ഇട്ടു. ഇനി മിൻ്റ് ഇട്ടു. അപ്പോൾ ആ മിൻ്റ് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇലകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മൾ ഇഞ്ചി ഇട്ട്, അടുത്തത് നമ്മൾ വെളുത്തുള്ളി, പിന്നെ ചീരുള്ളി, ചെറിയുള്ളി, അടുത്തത് പച്ചമുളക്. ഇതെല്ലാം കൂടിയും ഫുള്ളായിട്ട് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരെ മിക്സിയിൽ നന്നായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒക്കെ മിക്സ് ചെയ്തിട്ടതിൻ്റെ ശേഷം നേരെ അരക്കുക. ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കണ്ട്. അപ്പോൾ സാധനം എല്ലാം കൂടി അരഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞങ്ങനെ. അപ്പോൾ നമ്മൾ നല്ല ഡെത്തുള്ള ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് ഇത് മാറ്റി വെക്കുക. എന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ മീൻ ഇതിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രം എടുത്തുകൊണ്ട് വേണം ഈ അരച്ചതെല്ലാം കൂടി മാറ്റിയെടുക്കാൻ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. മുളകുംപൊടി വാരി അങ്ങോട്ട് ഇടുക. നിങ്ങളെ എരിവ് എത്രയാണോ ആ ടേസ്റ്റിനനുസരിച്ച്. അടുത്തത് മഞ്ഞപ്പൊടി ലേസ് ഇടുക. മല്ലിപ്പൊടിയും കുറച്ച് ചേർത്തോളൂ ഇതേമാതിരി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെയ്തോളൂ അങ്ങോട്ട്. അടുത്ത് തൈര് എടുത്തുകൊണ്ടുവരിക. ഇതേപോലെ ഫുള്ളായിട്ട് ഇതിപ്പോൾ 100-150 മില്ലി ഉണ്ടാവും. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടുക. എന്തിനാ വെച്ചാൽ അത്യാവശ്യം വേവ് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് അതും എടുത്തുകൊണ്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ചെറുനാരങ്ങ എടുക്കുക, 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് പിയ്യുക. ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ചേർക്കണം. എന്നാലാണ് എല്ലാത്തിനും കൂടി മസാലയിൽ മിക്സായി കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ലേസം ഇതിൽ മിക്സ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളും ചേർത്തോളി. ശേഷം നല്ല മൂർച്ചുള്ള കട്ടി എടുത്തുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് വരിക. ഉണ്ടോ, ഇതുപോലെ നല്ല ചുറുക്കുണ്ടാവണം കാണാൻ. അപ്പോഴാണ് ഈ മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറുള്ളൂ. അടുത്ത കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. മസാല നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിർത്തിക്കഴിഞ്ഞ് എത്രത്തോളം വെക്കുന്നുണ്ടോ അത്ര ടൈമിൽ നമുക്ക് ഈ മസാല ഇതിലിങ്ങനെ കയറി കിട്ടും. സംഭവം സെറ്റല്ല, കാണാൻ നല്ല ചുരുക്കല്ലേ. അപ്പോൾ നമ്മൾ കൽക്കരി എല്ലാം കൂടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഇതിൽ ഗ്രില്ലുമേൽ തന്നെ വെക്കുക. അപ്പോൾ ഇതുപോലെ കട്ടായി കിട്ടും. കനല ഈ കഴുക്കട്ടൻ്റെ മുകളിൽ നേരെ ബാക്കിയുള്ള കനല ആകാത്ത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ പിടിച്ചോളും. ഓക്കെ, ഇനി അടുത്ത് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുക്കുക. നേരെ മസാല തേച്ച മീനെടുത്ത് കണ്ട് നേരെ പോവുക. ഇതിൻ്റെ മുകളിൽ വെക്കുക, ഗ്രില്ലിൻ്റെ മുകളിൽ ഗ്യാസ്. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പറച്ചിലും കുടിച്ചിലൊന്നുമില്ല. സാധനം എടുത്തുകൊണ്ട് നേരെ വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വേവിനനുസരിച്ച് മറിച്ചിടുക. ഓക്കെ, അപ്പോൾ ഇനി കണ്ടോളി.
நீங்கள் சாப்பாடை எப்படி செஞ்சீங்க? அட்டகாசமா இருந்தது மீன் செம்மையா செஞ்சிருக்கேன் இந்த மாதிரி ஃபிஷ் வந்து நான் வாழ்க்கையில சாப்பிட்டது இல்லை அந்த மாதிரி பண்ணிக்கிறேன் சூப்பரா இருந்தது கிளாஸ் 5 ஸ்டார் லெவல் இதெல்லாம் சான்ஸே இல்லை இப்படி ஆலி சூப்பர் இந்த டேஸ்ட் நான் இது வரைக்கும் ஃபிஷ் சாப்பிட்டது கிளாஸ் தேங்க்யூ ஸோ மச் ஃபுல்லாக இது ஃபுல்லாக எடுத்து சொன்னாங்க എല്ലാവരും തിന്നെ ഇപ്പോൾ എൻ്റെ ഓരി നമുക്ക് കൊടുക്കണം ഓക്കെ ഓക്കെ എല്ലാത്തിനും അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് ജ്യൂസാണ് ഇളഞ്ഞി ജ്യൂസാണ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇടും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക കമൻറ്റിൽ അറിയിക്കട്ടെ നമ്മൾ അടിപൊളിയായിട്ട് മേക്ക് ചെയ്താണ് ഫുഡ് കഴിച്ചതിന് ശേഷം കുടിക്കാനും വേണ്ടിയിട്ട് ജ്യൂസ് റെഡി എവിടെ ടേസ്റ്റ് എടുക്കാം